വെൽക്കം ടു പ്രീഡാസ് ക്ലിനിക് കിച്ചൻ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള ഒരു മീൻ കറിയാണ്. ഇത് ചപ്പാത്തി, ഇഡ്ഡലി, ദോശ, അതേപോലെ റൈസ്, ഇതിന് എല്ലാത്തിനും അടിപൊളിയായിട്ടിരിക്കും. അതേപോലെ ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഗ്രേവിയാണ്. നമുക്ക് ലാസ്റ്റ് ഇതിൽ ടിപ്സുകളൊക്കെ ഉണ്ട്. ലാസ്റ്റ് നമ്മൾ ചെറിയ ഉള്ളിയും പിന്നെ ഇതൊക്കെ വറുത്തിടുമ്പോൾ ഇതിന് ഇനിയും കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇതിനാവശ്യമുള്ള ചേരുവകൾ എന്താണെന്ന് ഇപ്പം നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമ്മൾ ഫിഷ് സീബ്രീം എന്ന് പറയുന്ന ഫിഷ് എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി ഒരു 15, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, തേങ്ങ ചിരവിയത് 1/4 കപ്പ്, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മുളക് പൊടി, പിന്നെ കുടംപുളി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ, കരിവേപ്പില, കടുക്, ഉലുവ. ഇതാണ് ഇതിന് ആവശ്യമുള്ള ചേരുവകൾ. ഫസ്റ്റ് നമുക്ക് തേങ്ങ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. തേങ്ങ അതിൽ ചേർത്തിട്ട് ഇപ്പോൾ ചെറിയ ഉള്ളി ഒരു 15 എണ്ണം നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ അരയ്ക്കാൻ 2 ഇട്ടാൽ മതി. അതിന് ശേഷം മുളക് പൊടി 2 സ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 സ്പൂൺ. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എരിവും വേണം, കളറും തരും. അതേസമയം ഈക്വലായിട്ട് 2ഉം കാശ്മീരിയും മുളക് പൊടിയും ചേർത്തെടുത്ത് അത്ര എരിവ് നമുക്ക് ഉണ്ടാവില്ല. കറക്റ്റ് എരിവായിട്ട് കിട്ടും, കളറും കിട്ടും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ഫ്രൈ പാൻ വെച്ച് അതിൽ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ലൈറ്റായിട്ട് ചൂടായതിനു ശേഷം കുടംപുളി ഇട്ട് തിളപ്പിക്കുക. ഓക്കെ, ഇങ്ങനെ ലൈറ്റായിട്ട് കുടംപുളി തിളച്ച് വന്നതിന് ശേഷം അതിനുള്ളിൽ നമ്മൾ തേങ്ങ ഇതൊക്കെ അരച്ചിട്ട് ഉള്ള ആ അരവ് ഇതിൽ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി വിടാം. ഓക്കെ, ഇപ്പം നല്ലോണം മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിലെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. 4 വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളത് ഇതിൽ ആഡ് ചെയ്യാം. അതിനുശേഷം ജിഞ്ചർ, ഇതും ചതച്ചെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം, അത് ഇതിൽ ചേർക്കാം. പിന്നെ പച്ചമുളക് ഒരു 4, ഇത് 2ആയിട്ട് നമ്മൾ മുറിച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി ഒരു മീഡിയം സൈസ് ഒരു തക്കാളി, ഇതും ഇതിൽ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ എല്ലാ ചേരുവകളും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്. ഓക്കെ, ഇപ്പം നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമ്മളിത് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 5 to 7 മിനിറ്റ്സ് ഇത് നല്ലോണം തിളച്ചു വരട്ടെ. ഓക്കെ, ഇപ്പോൾ കുറച്ച് 5 മിനിറ്റ്സായി. ഇപ്പോൾ കരിവേപ്പില ചേർത്തിട്ട് അടച്ചു വയ്ക്കാം 2 മിനിറ്റ്സും കൂടി. ഓക്കെ, ഇപ്പം നല്ലോണം തിളച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ആ ഫ്ലേവർ നല്ലോണം വരുന്നുണ്ട്. തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, എല്ലാ കഷ്ണങ്ങളുടെ ആ സ്മെല്ല്. പിന്നെ ഇപ്പോൾ തിളച്ച് വന്നതിൽ നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇതിലിടാം, ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് ഇളക്കി വിടണ്ട, ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇത് അടച്ചു വയ്ക്കാം. ഇത് 5 to 6 മിനിറ്റ്സ് മതി. അടച്ചു വെച്ചിട്ട് മീൻ പെട്ടെന്ന് വേകും. അതുകൊണ്ട് അത്രയ്ക്ക് നമുക്ക് തിളയ്ക്കേണ്ട ആവശ്യമില്ല. 5 to 6 മിനിറ്റ്സ് മതി. ഓക്കെ, ഇപ്പോൾ റെഡിയായി, തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താ ചെയ്യുന്നത്, ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ 2 സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉലുവ അതിൽ ചേർത്താം. ഉലുവ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിനുശേഷം കടുക് ചേർത്തിട്ടുണ്ട്. കടുക് ഒരു 1/2 സ്പൂൺ. പിന്നെ കരിവേപ്പില നല്ലോണം ഉഴിഞ്ഞു വരട്ടെ. ഇപ്പോൾ നമുക്ക് ചെറിയ ഉള്ളി 15 എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 2 എണ്ണം മാത്രം അരയ്ക്കുമ്പോൾ അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. മീതി 12 ഉണ്ടായിരുന്നു. അതിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിച്ചതിന് ശേഷം ഇതിലിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം ഒരു ബ്രൗൺ കളറിൽ വരണം, ഗോൾഡൻ ലൈക്ക് ബ്രൗൺ കളറിൽ വരണം. ഓക്കെ, ഇപ്പം നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ തിളച്ച് ലൈറ്റായിട്ട് തണുത്തിട്ടുണ്ട്. അതിൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നോക്കാം ഉപ്പ് കറക്റ്റാണോ, പുളി കറക്റ്റാണോ എന്ന്. നമുക്ക് പുളി കുറച്ച് കൂടുതലായിട്ട് തോന്നിയാൽ ഇത് കുടംപുളി എടുത്ത് മാറ്റാം. കുറച്ച് കഴിയുമ്പോൾ അതിൽ പുളി കൂടുതലായിട്ടാവും. ഇല്ലയെന്ന് വെച്ചാൽ അങ്ങനെ വെക്കാം. 3 കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട്, കറക്റ്റായിട്ടുണ്ട്. ഇപ്പം നമുക്ക് അടിപൊളിയായിട്ടുള്ള ഫിഷ് കറി റെഡിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യൂ, ഫ്രണ്ട്സിനൊക്കെ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ടേക്ക് കെയർ ആൾ. ബൈ ബൈ. ടേക്ക് കെയർ.